ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില് ഹലാൽ ഹലാൽ എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. മുമ്പ് മുതലേ ഇവിടെ ഹലാൽമയമുണ്ട്. പക്ഷേ നമ്മൾ അന്നൊക്കെ കേട്ടിരുന്നത് ഹലാൽ ഇറച്ചി, അത് മാത്രമാണ് കേട്ടിരുന്നത്. പിന്നീട് ഹലാൽ ചിക്കൻ കേന്ദ്രങ്ങൾ വന്നു, ഹലാൽ മട്ടൻ കേന്ദ്രങ്ങൾ വന്നു, ഹലാൽ ബീഫ് കേന്ദ്രങ്ങൾ വന്നു. ശരി, നമ്മൾ അതിൽ നിൽക്കുമെന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങോട്ട് ഹലാല് കൊണ്ടൊരു കളിയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹലാൽ ടൂറിസം, കണ്ണൂര് ഹലാൽ ബാങ്ക് തുറന്നു. ഇങ്ങനെ മഞ്ഞപ്പൊടിയിലും ഉണക്കമീനിലും അടക്കം ക്വാണ്ടത്തിൽ വരെ ഹലാൽ വന്നു. അപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, വൃത്തിയുള്ളത് എന്ന അർത്ഥം മാത്രമേ ഉള്ളെന്ന്. ആണോ? മഞ്ഞപ്പൊടിക്ക് അങ്ങനെയുണ്ടോ? ഉണക്കമീനിനുണ്ടോ? ടൂറിസത്തിനുണ്ടോ? ബാങ്കിനുണ്ടോ? വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയനറുക്കുന്നത് ഹലാൽ. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് മറ്റാരെങ്കിലും അറുത്താൽ അതിന് ഹലാൽ എന്ന് പറയില്ല. അപ്പൊ ഹലാൽ എന്നത് വോട്ട് ബാങ്കിന് വേണ്ടി പുതിയ ഒരു നിർവചനം തന്നെ മാറ്റിയത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വകയില് ഒരെണ്ണവും മാറ്റി ഇരിക്കട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് ഇവർക്ക് ചില സ്വാർത്ഥ നേട്ടങ്ങളും ഉണ്ടല്ലോ. മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് നിന്നാൽ മാത്രമേ ഇവർക്കും നിലനിൽപ്പുള്ളൂ, അത് അവർക്കറിയാം. അത്തരം രാഷ്ട്രീയ ലാഭങ്ങൾക്കു വേണ്ടി തീവ്രവാദ സംഘടനകളെ വളർത്തി വലുതാക്കി നമ്മള് അഫ്ഗാനിലും പാകിസ്ഥാനിലും പോലും കാണാത്ത രൂപത്തിലുള്ള ഒരുപാട് പ്രസ്താവനകളും നിലപാടുകളും മത മേലാളന്മാരുടെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. ഇനിയും അതൊക്കെ തന്നെ ഉണ്ടാകും. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടോ ഹലാൽ പ്രസവ കേന്ദ്രങ്ങൾ ഉണ്ട്? വീടുകളിൽ ഇന്നും പ്രസവിക്കുന്നുണ്ട്. മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിൽ ആശുപത്രികൾ വേണ്ട എന്നാണ് ഇപ്പോഴും പറയുന്നത് ഒരു വിഭാഗം ആളുകൾ. ഒരു ഉസ്താദ് പറഞ്ഞു, ചികിത്സ ഹറാമാണ് നമുക്ക് എന്ന് പറഞ്ഞു. അയാൾ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അയാൾക്ക് ട്രോള് കൊണ്ടൊരു ബഹളവുമായിരുന്നു. അപ്പോ അള്ളാഹു നമ്മളെ അന്ധനായി ജീവിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്ധന്മാരായത്. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുക. അല്ല, കണ്ണ് പൊട്ടനോ കാത് പൊട്ടിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ജീവിച്ചു പോകുക. ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് തല പൊട്ടി അങ്ങനെ ജീവിക്കുക. കൈ പൊട്ടി കാല് പൊട്ടി, ഇതാണ് ഇവര് പറയുന്നത്. പകരം ഉസ്താദ് പ്രസംഗിച്ചത്, എന്റെ ഭാര്യ 7 പെറ്റു, ഒന്നിനും ആശുപത്രി പോയിട്ടില്ല. എന്റെ മോളിതാ മരുമോനോട് ഇരിപ്പുണ്ട്, എത്ര പെറ്റു? പിന്നെ ഉസ്താദിന്റെ ഭാര്യ എത്ര പെറ്റു? ആശുപത്രി പോയിട്ടില്ല. പ്രസവം ഒരു രോഗമല്ല, എന്തിനാ ആശുപത്രി പോകുന്നതെന്ന് ചോദിച്ചു. ആന എത്ര ആശുപത്രിയിൽ പോകുന്നു എന്ന് അദ്ദേഹം ചോദിച്ചത്. പിന്നെ സിംസാറിലൊക്കെ ഹുദവിയൊക്കെ പറഞ്ഞത് നമുക്കറിയാമല്ലോ. അത്തരം മതവിദ്വേഷ പ്രചാരകരാണ് നമുക്കിടയിൽ മതം കൊണ്ടുവന്നത്. അല്ലെങ്കിൽ നമ്മൾ ജാതിയും മതവും ഒന്നും ഇല്ലാതെ നമ്മൾ മനുഷ്യനെ സ്നേഹിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. മനുഷ്യൻ പരസ്പരം ഉള്ളവൻ ഇല്ലാത്തവന് പങ്കുവെച്ചു കൊടുത്ത്, അങ്ങനെ ആരാന്റെ വീട്ടിലെ കുട്ടി എന്തെങ്കിലും നിർബന്ധം കാണിച്ചാൽ അടുത്ത വീട്ടിലെ ആള് വഴക്ക് പറഞ്ഞു നേരെയാക്കും. അങ്ങനെ മുന്നോട്ട് പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നാരും നിങ്ങൾക്ക് എന്താ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല നമ്മുടെ കുട്ടിക്കാലത്ത്. അങ്ങനെ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് പങ്കുവച്ച് ജീവിച്ചിരുന്ന നമുക്കിടയിലേക്ക് ചില മതവിദ്വേഷ പ്രഭാഷകർ വന്നു. അവരാണ് മതത്തെയും മനുഷ്യനെയും തമ്മിൽ കൂടിക്കലർത്തിയത്. ഇപ്പോ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പല വിഷയങ്ങളിലും വൈവിധ്യമാർന്ന ഒരു സംസ്കാരമാണ് മലപ്പുറത്തിന്റെ. മുമ്പൊരാൾ എഴുതി കണ്ടു, ഏത് നാട്ടിൽ വാഹനാപകടം ഉണ്ടായാലും ശരി, മലപ്പുറത്തിന്റെ മണ്ണിൽ വാഹനാപകടം ഉണ്ടായി കാത്തു നിൽക്കുന്ന ആളുകളുടെ അശ്രദ്ധ കാരണം അയാൾ മരിക്കില്ല. അത്രയ്ക്ക് മനുഷ്യനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇരിക്കട്ടെ, ആരോഗ്യ വകുപ്പിന്റെ അനുമതിയും അറിവുമില്ലാതെ പ്രസവത്തിനു വേണ്ടി മാത്രം മലപ്പുറം ജില്ലയിൽ അനധികൃതമായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ജില്ലാ കളക്ടർ VR വിനോദ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് മലപ്പുറം മുസ്ലിങ്ങളെ ചൊടിപ്പിച്ചത്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഗാർഹിക പ്രസവവും അനധികൃത കേന്ദ്രങ്ങളിൽ വെച്ചിട്ടുള്ള പ്രസവവും ജില്ലയിൽ നടക്കും. ഒരു ചികിത്സാ ശാഖയുടെയും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു. ജില്ലയിൽ ഇനിയും സായാഹ്ന OP ആരംഭിക്കാത്ത 14 ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ സായാഹ്ന OP ആരംഭിക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇവിടങ്ങളില് ജീവനക്കാരെ നിയമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കളക്ടർ നിർദ്ദേശം നൽകുകയും ചെയ്തു. പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അതത് വകുപ്പുകൾ ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നുണ്ട് എന്ന് തദ്ദേശ വകുപ്പ് ഉറപ്പാക്കണം. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന കുടിവെള്ളവും ശേഖരിക്കപ്പെടുന്ന സ്രോതസ്സുകളും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിശ്ചിത ഇടവേളകളിൽ പരിശോധിക്കണം. ജില്ലയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ ആ യോഗത്തിൽ തന്നെ നിർദ്ദേശിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജില്ലയിൽ നടക്കുന്ന പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും അവലോകനവും യോഗത്തിൽ നടന്നു. ജനനി സുരക്ഷാ പദ്ധതി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും യോഗത്തിൽ വിതരണം ചെയ്തു. അതായത് അനധികൃതമായിട്ടുള്ള അനേകം ഹോസ്പിറ്റലുകൾ, വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രസവ കേന്ദ്രങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ. എങ്ങനെയാണ് ഇതൊക്കെ നടക്കാതിരിക്കുന്നത്? സിംസാറുൽ ഹക്കിനെ പോലെയുള്ള പ്രഭാഷകർ എന്താ പറഞ്ഞത് കേൾക്കാം. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള പ്രഭാഷണമാണ്. എന്നാലും ഹലാൽ പ്രസവ കേന്ദ്രങ്ങൾ മലപ്പുറത്ത് വർദ്ധിച്ചു വരുമ്പോൾ അതൊക്കെ പൂട്ടിക്കെട്ടാൻ വേണ്ടി ഒരു കളക്ടർ മുന്നോട്ടിറങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് അറിവ് നൽകും. ശരിക്കും മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോ, ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ ആരെയാ ഡോക്ടർ സ്വീകരിക്കേണ്ടത്? മുസ്ലിമത്തായ ഒരു പെണ്ണല്ലേ നിങ്ങളുടെ ഭാര്യ. നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മുസ്ലിമത്തായ ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ്. ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത് ചികിത്സിക്കാൻ. ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ, പെണ്ണ് ഡോക്ടർ ഉണ്ടോ, മുസ്ലിമത്തായവൾ. അങ്ങനത്തെ ഒരു ഡോക്ടറും ഒരു ഹോസ്പിറ്റലിൽ കിട്ടുന്നില്ല നമുക്ക് ആക്സസിബിൾ ആയിട്ട്. എങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ, ലേഡി ഡോക്ടർ ആവണം. അടുത്ത ചോയ്സ് അതാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് പ്രസവമായി തുടങ്ങി. ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഔറത്ത് കാണുന്നവരാണ്. പുരുഷന്മാരൊക്കെ പെണ്ണുങ്ങളുടെ ഔറത്ത് കണ്ടാൽ എന്താണ് അവസ്ഥ? പുരുഷന്മാർ ഇറങ്ങി നിന്ന് കൊടുക്കാണ്. മെയിൽ ഡോക്ടർക്ക്, പുരുഷനായ മുസ്ലിമോ അമുസ്ലിമോ ആയ ഡോക്ടർക്ക് പെണ്ണിന്റെ ഔറത്ത് പരിശോധിക്കാൻ വേണ്ടി നിന്നു കൊടുക്കാണ് പുരുഷനായ ഭർത്താവ്. ഹറാമല്ലേ നമ്മളാ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ മുമ്പിൽ കുറ്റമുണ്ട്. പെണ്ണുങ്ങളെ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾക്ക് പ്രസവ സംബന്ധമായോ അല്ലാതെയോ പ്രസവത്തിന് പ്രത്യേകിച്ചും ഗൈനക്കോളജിസ്റ്റുകളെ കാണുന്നുണ്ടെങ്കിൽ മുസ്ലിമത്തായ ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. ഒരൽപ്പം അങ്ങ് കോട്ടക്കലിലേക്കോ ചെമ്മാട്ടേക്കോ യാത്ര ചെയ്താൽ പോലും നിങ്ങൾക്ക് അതാണ് ഖൈർ. ഒന്ന് ദൂരെ പോയാലും അതാണ് ഖൈർ. അത് കിട്ടാനില്ല എങ്കിൽ നിങ്ങൾ മുസ്ലിമത്തല്ലാത്ത ഒരു പെണ്ണ് ഡോക്ടർ ഉണ്ടോ നോക്കണം. ഭർത്താക്കന്മാർ ഇത് ശ്രദ്ധിക്കണം. പെണ്ണ് ഡോക്ടറെയും കിട്ടുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് മുസ്ലിമായ ഒരു പുരുഷൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പുരുഷ ഡോക്ടർ. പെണ്ണുങ്ങളെ കിട്ടാനില്ല, മുസ്ലിമത്തായ പെണ്ണിനെ കിട്ടാനില്ല. പെൺ ഡോക്ടർ, മുസ്ലിം അല്ലാത്ത പെൺ ഡോക്ടറെയും കിട്ടുന്നില്ല. പിന്നെയാണ് മുസ്ലിമായ ഒരു ആൺ ഡോക്ടർ. അയാളെയും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് മുസ്ലിം അല്ലാത്തൊരു അമുസ്ലിം ഡോക്ടറെ ഈ പെണ്ണിന് ചികിത്സിക്കാൻ പറ്റൂ. ഇതാണ് ശർഈന്റെ നിയമം. നമ്മൾ മനസ്സിലാക്കാറുണ്ടോ ഇത്? ഡോക്ടർ റൂമിലേക്ക് ആക്കിയിട്ട് ഇവൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ. അന്യപുരുഷന്റെ മുമ്പിൽ, അന്യപുരുഷനാണ് അയാൾ അല്ലേ? ഡോക്ടർ അന്യപുരുഷനല്ലേ?
മാ ഖലാ റജുലുൻ മിംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹും അശ്ശൈത്വാൻ. ഒരു പെണ്ണിന്റെ ദീന സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ബാധ്യതയാണ്. ആ പെണ്ണിന് അന്യ പുരുഷന്റെ കൂടെ ഇരിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ സാന്നിധ്യത്തിലാണെങ്കിൽ ഫിത്നയുടെ സാധ്യത കുറവുണ്ടവിടെ. നമ്മൾ ഈ പറഞ്ഞ പരിഗണനകളൊക്കെ നോക്കിയിട്ട് ഫീമെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല, ഫീമെയിൽ നോൺ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല, മെയിൽ മുസ്ലിം ഡോക്ടറെ കിട്ടിയില്ല, പിന്നെയാണ് നിങ്ങൾക്കൊരു നോൺ മുസ്ലിം മെയിൽ ഡോക്ടറെ നോക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ പുരുഷന്മാരായ മുസ്ലിമോ നോൺ മുസ്ലിമോ ആയ ഡോക്ടറെ കാണിക്കുമ്പോ നിങ്ങൾ കൂടെ നിന്ന് കൊടുക്കണ്ടേ? നിങ്ങളവിടെ ശ്രദ്ധിക്കണ്ടേ? പെണ്ണിനെ അനസ്തേഷ്യ ചെയ്തു കഴിഞ്ഞാൽ, ബോധം കെടുത്തി കളഞ്ഞാൽ അവരുടെ ഔറത്ത് വെളിവാകുന്ന അവസ്ഥ വരും. പുരുഷന്മാരായ നഴ്സുമാർ അവിടെ കാണും, പുരുഷന്മാരായ മറ്റു ഡോക്ടർമാർ വന്ന് നോക്കില്ലേ? ഒരു പെണ്ണിന്റെ ഔറത്ത് അന്യ പുരുഷന്മാർ കാണുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ പേര് ദയ്യൂസ് എന്നാണ്. നാളെ അല്ലാഹു മുഖത്ത് പോലും നോക്കില്ലെന്നാണ്. സ്വന്തം കുടുംബത്തിലെ ഹറാമ നടക്കുമ്പോ എനിക്കത് പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന കുടുംബനാഥൻ, അവരെ പേരാണ് നബി തങ്ങൾ പറഞ്ഞത് ദയ്യൂസ്. അവരല്ലാഹു നോക്കുകയില്ല, അല്ലാഹു കാത്തിരിക്കും. ഇവരൊക്കെ ഇവരുടെ മക്കളെ MBBS പഠിപ്പിക്കാൻ വിടില്ലേ? അപ്പോ മൃതദേഹം കാണില്ലേ? പുരുഷന്മാരുടെ നഗ്നത കാണില്ലേ? നമ്മുടെ MBBS പഠിക്കുന്ന പെൺകുട്ടികൾ കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതുപോലെ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്തല്ലേ? ആൺ അധ്യാപകര് പഠിപ്പിക്കുവല്ലേ? പാടുണ്ടോ? ലാബിലെ ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണ്ടേ? മുസ്ലിമിന്റെ തന്നെയാണോ എന്ന് നോക്കിയിട്ട് സ്വീകരിച്ചാ പോരെ? അവയവം മുസ്ലിമിന്റേതാണോ അല്ലേ എന്ന് നോക്കിയിട്ട് സ്വീകരിച്ചാ പോരെ? ഇത്തരം മതമാക്രികളെ നമ്മുടെ പൊതുജനം തിരിച്ചറിയണം. കൈകാര്യം ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, തിരിച്ചറിയണം. ഇവരാണ് നമ്മുടെ നാട്ടിൽ മതകേന്ദ്രങ്ങൾ കൊണ്ടുവന്നത്. ഹലാൽ പ്രോഡക്റ്റുകളും ഹലാൽ വ്യവസായ കേന്ദ്രങ്ങളും കൊണ്ടുവന്നത്, ഹലാൽ മഞ്ഞപ്പൊടികളും ഹലാൽ ഉണക്കമീനും കൊണ്ടുവന്നത്, ഹലാൽ പ്രസവ കേന്ദ്രങ്ങളും ഹലാൽ സ്കൂളുകളും ഹലാൽ ആശുപത്രികളും ഹലാൽ ഡോക്ടർമാരും ഇനിയും ഹലാൽ ബ്ലഡ് ബാങ്ക് വരും. ഇതൊക്കെ കൊണ്ടുവന്നത് ഇവരാണ്. ഇത്തരം ആളുകളെ പബ്ലിക് തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താതെ നമ്മുടെ നാട്ടിൽ മനുഷ്യൻ പരസ്പരം സഹകരിക്കുന്ന ഒരു രീതി ഇനി ഉണ്ടാകുന്നത് തോന്നുന്നില്ല. നന്ദി.